വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വചനമാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം വചനം. 1 Peter chapter 3 verse 9. വചനം ഇങ്ങനെയാണ്: തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഇതാണ് വചനം. എന്താണ് പഠിപ്പിക്കുന്നത്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കരുത്, മറിച്ച് അനുഗ്രഹിക്കുവിൻ. എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുവിൻ. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നു, അനുഗ്രഹം അവകാശമാക്കപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നീ ശുശ്രൂഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോടെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പലവിധ നിയോഗങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒരു സംശയമില്ല. ആരും പണിയില്ലാത്തവരൊന്നുമല്ല. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം, നമ്മുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് സമ്മാനിക്കുന്നൊരു നല്ല വചനമാണ് 1 Peter chapter 3 verse 9. ഈ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഏറ്റു പറഞ്ഞോ: തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിളി എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പറഞ്ഞേ, നമ്മുടെ വിളി എന്തിനു വേണ്ടിയിട്ടുള്ളതാ? അനുഗ്രഹം അവകാശമാക്കപ്പെട്ടവരാണ്. അനുഗ്രഹം. വലതും ഇടത് നിൽക്കുന്നവരോടൊക്കെ പറഞ്ഞേ, അനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓൺലൈനിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് അടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈയൊക്കെ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറ, അനുഗ്രഹിക്കപ്പെടാനാണെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 24 മണിക്കൂറും കരഞ്ഞ് സങ്കടപ്പെട്ട് പ്രാഗി പിറുപിറുത്തിരിക്കാനാണോ? ആണോ? അല്ല. പിന്നെ എന്തിനാ? അനുഗ്രഹം. അനുഗ്രഹം. പറഞ്ഞേ, അനുഗ്രഹം. അനുഗ്രഹം. ഇരുന്നേ, എല്ലാവരും ഇരുന്നേ. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? അനുഗ്രഹം. അനുഗ്രഹം. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ, ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലവിധ ചിന്തകളുണ്ട്, പലവിധ നിയോഗങ്ങളുണ്ട്. എന്നൊരു പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നപ്പോൾ തന്നെ വീട്ടിലൊക്കെ ചില അസ്വസ്ഥതകളെ കഴിഞ്ഞു വന്നിട്ടുള്ളവരുണ്ടാവും. ചില ഭാരങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് പീഡിപ്പിക്കുന്നവരുണ്ടാവും. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടാവും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാ എന്നോടും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പറയുന്ന കാര്യം അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ആവർത്തിച്ച് ഈ വലിയ ഒരു ആത്മീയ രഹസ്യം പഠിപ്പിക്കുന്നുണ്ട്. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ ഒന്ന് തുറന്നേ, ബൈബിൾ ഉള്ളവരും തുറന്നേ. ശുശ്രൂഷ ഈ വചനം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 4-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 28, 28-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. 28. ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യത്തെ പുസ്തകമാണ്, എടുക്കാൻ എളുപ്പമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 4-ാം തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ. നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് വചനം പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടെ. അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്ക് നൽകപ്പെട്ട അനുഗ്രഹം? പറ. അബ്രാഹത്തിന്റെ അനുഗ്രഹം, അബ്രാഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹം നിനക്കും നിന്റെ തലമുറയ്ക്കും സന്തതി പരമ്പരയ്ക്കും ഉണ്ടാവട്ടെ.
വലതും ഇടതും ഇരിക്കുന്നവരോടൊന്ന് പറഞ്ഞു കൊടുത്തേ, അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതി പരമ്പരയ്ക്കും ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാ? അനുഗ്രഹമായിട്ട് വിളിച്ചതാ. അനുഗ്രഹം. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളും ദുഃഖങ്ങളും ഭാരങ്ങളും പലതും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം അബ്രാഹത്തെ പിടിച്ചു നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ വചനം കേൾക്കുമ്പോഴത്തേക്ക് അബ്രാഹത്തിന് കിട്ടിയ, അവന്റെ സന്തതി പരമ്പരയ്ക്ക് കിട്ടിയ അനുഗ്രഹം നിനക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ വീട്ടിലും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും അബ്രാഹത്തിന് ലഭിച്ച അതേ അഭിഷേകം നിന്നിലും സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വലതുകര ഉയർത്തിപ്പിടിച്ച് ഇടതുകര നെഞ്ചോട് ചേർത്ത് ഏറ്റുചൊല്ലിക്കേ, കർത്താവേ, കർത്താവേ, അബ്രാഹത്തിന് ലഭിച്ച അതേ അനുഗ്രഹം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കൈകൾ താഴ്ത്തിയിട്ട് നിയമാവർത്തന പുസ്തകം, നല്ലൊരു സുന്ദരമായ വചനമാണ് നിയമാവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം. ബൈബിൾ തുറന്നൊന്ന് കണ്ടുപിടിച്ച് ചാപ്റ്റർ 11, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 11. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 27-ാം തിരുവചനം. 27 ആ വചനം ഒന്ന് കണ്ടുപിടിച്ച്. 11-ാം അധ്യായം 27-ാം തിരുവചനം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. കണ്ടോ? ഒന്നും കൂടെ വായിച്ച് ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. അനുഗ്രഹം. ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ പരിശീലിച്ചാൽ, അനുസരിച്ചാൽ വചനം നൽകുന്ന ഉറപ്പ് അനുഗ്രഹം. ഇന്ന് നിങ്ങൾ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ കൽപ്പനയുടെ ഭാഗമാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് ആരാഗ്രഹിച്ചത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? പറഞ്ഞേ. ദൈവത്തിന്റെ അനാദി മുതലുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വചനം നൽകുന്ന ഉറപ്പെന്താ? ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അനുഗ്രഹം, ബ്ലെസ്സിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 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 സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 24, സങ്കീർത്തന പുസ്തകം തുറന്നേ. സങ്കീർത്തനത്തിന്റെ 24-ാം അധ്യായം 5-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 24 വേഴ്സ് 5. 24-ാം അധ്യായം 5-ാം തിരുവചനം. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. കണ്ടോ? വചനം പഠിപ്പിക്കുക. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും എന്ന് പറയുമ്പോൾ ആരുടെ മേൽ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ മേൽ. നമ്മളത് വിശ്വസിക്കണം. എന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. പറഞ്ഞേ, എന്റെ മേൽ. ഉച്ചത്തിൽ പറ, എന്റെ മേൽ. ചിലർക്കൊരു ഉറപ്പില്ലല്ലോ, ഉറപ്പിച്ചു പറഞ്ഞ് എന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ ഇത് ഉറപ്പിച്ച് വിശ്വസിക്കണം. ഇത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ നമ്മൾ പതിക്കണം. കർത്താവിന്റെ അനുഗ്രഹം അതിന്റെ ബലമാണ്. ഇപ്പോൾ നമ്മൾ ഏതെല്ലാം ക്രൈസിസ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും കർത്താവിന്റെ അനുഗ്രഹമാണ് നമ്മുടെ അടിത്തറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്ന് തുറന്നേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം തിരുവചനം. സുഭാഷിതം 10-ാം അധ്യായം 22-ാം തിരുവചനം. നല്ലൊരു സുന്ദരമായ വചനം നമ്മൾ അവിടെ പഠിക്കുകയാണ്. 10-ാം അധ്യായം സുഭാഷിതം. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അതിൽ അവിടുന്ന് ദുഃഖം കലർത്തുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായ മേഖലകളെ കുറിച്ച് വല്ലാണ്ട് ആകുലപ്പെട്ട്
സങ്കടപ്പെട്ട് ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കണം. ഇതില്ലെങ്കിൽ എന്ത് പറ്റും? 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ദൈവമേ, മകന് വിദേശത്ത് പോകാനുണ്ട്, ഇനി എവിടുന്ന് പൈസ ശരിയാവും, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനില്ല, നാട്ടുകാരോട് ചോദിച്ചിട്ട് ആരും തരുന്നില്ല, എന്തു ചെയ്യും, ഉറക്കയില്ല, ഭാരം. അങ്ങനെ ഭാരപ്പെട്ടോണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം ബുക്ക് ഓഫ് സിറാക്ക്, പ്രഭാഷകൻ 33-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനം ഒന്ന് തുറന്നത് വായിച്ചേ. പ്രഭാഷകൻ ബുക്ക് ഓഫ് സിറാക്ക് ചാപ്റ്റർ 33 വേഴ്സ് 17, 17-ാം വചനം, 33-ാം അധ്യായം 17-ാം തിരുവചനം. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ആരുടെ അനുഗ്രഹം നിമിത്തം? പറയൂ. കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഒരു മനുഷ്യനെ മുൻപന്തിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്താണ്? കർത്താവിന്റെ അനുഗ്രഹം. അല്ലാതെ നമ്മുടെ കഴിവല്ല. നമുക്ക് എന്തെല്ലാം കഴിവുണ്ട്, നമ്മുടെ കുടുംബ പാരമ്പര്യം എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ഇതല്ല. നിന്റെ ബാങ്ക് ബാലൻസ് അല്ല, മറിച്ച് കർത്താവിന്റെ അനുഗ്രഹം. നിന്നെ മുൻപന്തിയിൽ എത്തിക്കുന്നത് കർത്താവിന്റെ അനുഗ്രഹമാണ്. ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഞാൻ പുറകോട്ട് പോയി, ഞാൻ തളർന്നു പോയി, തോറ്റുപോയി, ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇതാ നിന്നോട് കർത്താവ് പഠിപ്പിക്കുന്ന കാര്യം, നിനക്ക് വേണ്ടത് ദൈവ അനുഗ്രഹം. നിനക്ക് വേണ്ട ദൈവാനുഗ്രഹം. ഈ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ മുൻപന്തിയിൽ ദൈവം എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ നിന്റെ ജീവിതത്തിലെ കുറവുകളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ടി വരില്ല. ദൈവം നിന്നെ മുൻപന്തിയിൽ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ആ വചനം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഹല്ലേലൂയ. 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 ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം പഠിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. നമ്മളത് വായിച്ച് കേൾക്കണം. നല്ലൊരു വചനം, സുന്ദരമായ വചനം കേട്ടോ. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കേട്ടോ നല്ല വചനം. ഒന്ന് തുറന്നു വായിച്ചേ. ഗലേഷ്യൻസ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വചനം. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ആരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? വിശ്വാസമുള്ളവർ, വെറുതെ ഉള്ളവരല്ല. വിശ്വാസമുള്ളവർ. ആരിലാണ് വിശ്വാസം? ആരിലാണ് വിശ്വാസം? ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. അബ്രാഹം വിശ്വസിച്ചതുപോലെ, അബ്രാഹം അനുഗ്രഹം പ്രാപിച്ചതുപോലെ നമ്മളും അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. വിശ്വാസമുള്ള വ്യക്തികളാണ് അനുഗ്രഹം പ്രാപിക്കപ്പെടുന്ന വചനം പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളും ചിന്തിക്കണം, എനിക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്. ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുന്ന നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇതൊക്കെ നടക്കുമെന്ന്, അല്ലേ? 100% വിശ്വസിച്ച് ചോദിച്ചോ, ആ കാര്യം ദൈവം നടത്തിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലത് ഇടത് ഇരിക്കുന്നവരോട് പറ, ദൈവം നടത്തിത്തരും എന്ന് പറ. ദൈവം നടത്തിത്തരും.
വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മൾ പല പല രോഗങ്ങളും പീഡകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊരു കാര്യം പഠിപ്പിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 29. 1-ാം അധ്യായം 29-ാം തിരുവചനം വായിക്കാം. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കണ്ടോ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഓർക്കണം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സഹനം, ഒരു ഭാരം, ഒരു ദുഃഖമുണ്ടെങ്കിൽ അത് യേശുവിനെ പ്രതി സഹിക്കാനുള്ള ബലം ദൈവം തന്നു കഴിഞ്ഞു. അത് അനുഗ്രഹമാണ്. 24 മണിക്കൂറും പരാതിയും പിറുപിറുപ്പും മുറുമുറുപ്പുമല്ല, മറിച്ച് കിട്ടി ഈ സഹനം, കർത്താവെ നിന്റെ കുരിശോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു, ആ കുരിശിൽ എനിക്ക് ഉത്തരമുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ബലം, അത് അനുഗ്രഹമാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിൽ മുഴുവൻ ദൈവത്തിന്റെ ഈ അനുഗ്രഹം അത് ചോദിച്ചു മേടിക്കുകയാണ്. നമ്മൾ ആരംഭിച്ചത് പത്രോസ്ലീഹ 1 പത്രോസ് 3-ാം അധ്യായം 9-ാം വചനം. ഏതാ വചനം പഠിച്ചതാണ്? ഏതാ വചനം പറഞ്ഞേ? തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. കാരണം അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം വേണ്ടവരെന്ന് കൈപൊക്കിക്കേ. അനുഗ്രഹം വേണ്ടവര് കൈപൊക്കിക്കേ. ചിലര് 2 കൈയും പൊക്കി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം വേണ്ടവര് എല്ലാ ദിവസവും രാവിലെ തന്നെ വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ വചനം കൂടെ പറയാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. നിയമാവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 28, 28-ാം അധ്യായം. അതിൻ്റെ ഹെഡിങ് തന്നെ അനുഗ്രഹങ്ങൾ എന്നാണ്. അനുഗ്രഹങ്ങൾ. 28-ാം അധ്യായം മുഴുവൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും 28-ാം അധ്യായം 1 മുതൽ അതിൻ്റെ ഒരു 8-ാം തിരുവചനം വരെ അത് എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഈ അനുഗ്രഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുചൊല്ലാം കേട്ടോ. ഞാനിത് പറയുമ്പോഴത്തേക്കും നിങ്ങളത് ശക്തമായിട്ട് ഏറ്റുചൊല്ലണം. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, പേടിക്കണ്ട. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹിതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചാടി എഴുന്നേറ്റേ, എന്നിട്ട് പറഞ്ഞു ഇത് സംഭവിക്കട്ടെ എന്ന് പറ. ഇത് സംഭവിക്കട്ടെ. വലതും ഇടത് നിൽക്കുന്നവർക്കൊന്ന് കയ്യൊക്കെ കൊടുത്തോണ്ട് പറ, ഇന്നിത് സംഭവിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. നമ്മൾ തുടർന്ന് ഹന്നാം വെള്ളം തളിച്ചൊക്കെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം ഈ കൂട്ടായ്മയിൽ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലൊക്കെ സംഭവിക്കപ്പെടാൻ പോവാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവെ, ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി കർത്താവ് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേൽ വലിയൊരു അനുഗ്രഹം സംഭവിക്കട്ടെ. തടസ്സങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ. അതിനുവേണ്ടി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ല സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ അനുഗ്രഹം, യേശു നൽകുന്ന കൃപ, അതിലാണ് നമ്മൾ ആശ്രയം. വിശ്വസിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ആമേൻ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. എന്റെ ദൈവത്താൽ ഞാൻ നിശ്ചയം അനുഗ്രഹം പ്രാപിക്കും. വിശ്വസിച്ചേ, കണ്ണടച്ച് കൈയടിച്ചോ. കർത്താവേ, ഞാനിത് വിശ്വസിക്കുന്നു. ഈ ഗാനത്തിന്റെ ഓരോ വരികളും ദൈവത്തിന്റെ ആത്മാവെന്നെ പഠിപ്പിക്കുക. ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ഞാനിങ്ങനെ കണ്ണുനീരിൽ കരയേണ്ടി വരില്ല. ഞാൻ ദുഃഖത്തിൽ കഴിയേണ്ടി വരില്ല. എനിക്ക് പ്രതീക്ഷയുണ്ട്. കർത്താവ് എനിക്ക് അനുഗ്രഹം നൽകുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എന്റെ തടസ്സം കർത്താവ് മാറ്റുന്നു. ആമേൻ. നന്നായിട്ട് കൈയടിച്ചോ, ശക്തിയോടെ. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും. ആമേൻ, ആമേൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. കരം കൂടി എത്തിക്കൊട്ടാം ശക്തിയോടെ. കൈകൾ താഴ്ത്തി ശക്തിയോടെ, അഭിഷേകത്തോടെ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. കർത്താവേ, ഇപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. കർത്താവേ, എന്റെ വീട്ടിൽ സംഭവിക്കട്ടെ. എന്റെ സൗഹൃദ വലയങ്ങളിൽ സംഭവിക്കട്ടെ. എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ സംഭവിക്കട്ടെ. ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയിൽ സംഭവിക്കട്ടെ. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചേറ്റെടുക്കുന്ന കർത്താവേ, വിശ്വസിച്ചേറ്റെടുക്കുന്ന കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ വിളിച്ച് സ്വരമുയർത്തി വിളിച്ച് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. പുതിയ വിഷയം കർത്താവ് ചെയ്യട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി എന്റെ വീട്ടിലേക്ക്, എന്റെ ജോലി സ്ഥലത്തേക്ക്, എന്റെ സമ്പത്തിലേക്ക്, എന്റെ ആരോഗ്യത്തിലേക്ക്, എന്റെ മനസ്സിന്റെ നിലപാടുകളിലേക്ക്, എന്റെ വികാര വിചാരങ്ങളിലേക്ക്, എന്റെ ആലോചനകളിലേക്ക്, എന്റെ ഇന്നലകളിലെ മുറിവുകളിലേക്ക്, എന്റെ കൈപ്പേർ അനുഭവങ്ങളിലേക്ക് ശക്തി
ശക്തി ശക്തി ശക്തി അഭിഷേകത്തിന്റെ ആത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിയമാവർത്തന പുസ്തകം 28 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ സംഭവിക്കട്ടെ കർത്താവേ. അഭിഷേകത്തിന്റെ ആത്മാവ് കത്തിജ്വലിക്കട്ടെ. ആമേൻ 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 ആമേൻ. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ആമേൻ കർത്താവേ, അത് സംഭവിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ, ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ, ഞാൻ ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് നീ അത് വിശ്വസിച്ച് ഏറ്റെടുത്തേ. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം ഞാൻ പ്രാപിച്ചു. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയമായി നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ആമേൻ. എന്റെ ദൈവത്താൽ, യെസ് കർത്താവേ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന ഈ ദിവസങ്ങളിൽ നിന്നെ ഒരുപക്ഷെ അലട്ടുന്ന, നിന്റെ ഉറക്കം കെടുത്തുന്ന, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന, സംശയിച്ചു നിൽക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടോ? ആ വിഷയത്തെ മനസ്സിൽ കണ്ട് നീ വിശ്വസിക്കണം. ഈ വിഷയത്തിൽ കർത്താവ് എനിക്ക് ഉത്തരം തരും. വിശ്വസിച്ച് നീ നിന്നോട് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ആമേൻ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ.